ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭക്ഷണത്തിൽപ്പെട്ട ഒന്നാണ് ഈത്തപ്പഴം കഴിക്കുക. ഈത്തപ്പഴം എന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെടുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുകയും സുന്നത്തായി നമ്മോട് കഴിക്കാൻ പറയുകയും ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം. അതിനെ സ്നേഹിക്കൽ തന്നെ മദീനയോടുള്ള സ്നേഹമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈത്തപ്പഴമാണ് അജ്വ ഈത്തപ്പഴം. ആരെങ്കിലും രാവിലെ എഴുന്നേറ്റാൽ, എല്ലാ ദിവസവും രാവിലെ 7 ഈത്തപ്പഴം അജ്വ കാരക്ക കഴിച്ചാൽ അവന് അന്നത്തെ ദിവസം വിഷമോ മാരണമോ ബാധിക്കുകയില്ല എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അജ്വ ഈത്തപ്പഴം. അജ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ധാരാളം ആളുകൾ മദീനയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ഈത്തപ്പഴവും അജ്വ ഈത്തപ്പഴവും അല്ല. അജ്വ അവാലി എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്. ആ തോട്ടം ഹറമിന്റെ ചുറ്റുഭാഗത്തുള്ള കൃത്യമായി പരിധി നിശ്ചയിക്കപ്പെട്ട ഹദീസിൽ പറഞ്ഞ ആ ഈത്തപ്പഴ തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന പഴത്തിനാണ് അജ്വ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ ഈത്തപ്പഴവും അജ്വയല്ല. മദീനയിൽ ഇപ്പൊ പോയപ്പോ കിട്ടും അജ്വ ഈത്തപ്പഴം, അജ്വ ഈത്തപ്പഴം. അജ്വ എന്ന് പറഞ്ഞത് കൊണ്ട് അജ്വയായില്ല. അത് അജ്വ ഈത്തപ്പഴം എന്നത് ഹറമിന്റെ ചുറ്റുഭാഗത്തുള്ള അജ്വത്തുൽ അവാലി, അവാലി എന്ന് പറയുന്ന നിർണിതമായ വിസ്തീർണത്തിന്റെ ഉള്ളിലുള്ള തോട്ടത്തിനാണ് ഈത്തപ്പഴം എന്ന് പറയുക. ഇൻഷാ അല്ലാഹ് ഇന്ന് ക്ലാസിന്റെ അവസാനം നമ്മുടെ ഖത്മുൽ ഖുർആന്റെ ദുആ ഉണ്ടാവും. മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഓതിയത്. ഇൻഷാ അല്ലാഹ് ദുആയോട് കൂടി വേണം നമുക്ക് ഇന്ന് പിരിയാൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അവസാനം നമുക്ക് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനും കൂടിയുണ്ട്. അപ്പൊ പരമാവധി ഞാൻ വളരെ ചുരുക്കി പറയാം. ഈ ക്ലാസ്സിനോട് നമുക്ക് അവസാനിപ്പിക്കണം. ഭക്ഷണത്തിൻ്റെത് അടുത്ത ക്ലാസ് നമുക്ക് തുടങ്ങുകയും ചെയ്യണം. പ്രധാനപ്പെട്ടത് ഈത്തപ്പഴത്തിന്റെ ഗുണം, അത് കരളിന് ശക്തി പകരും. അതോടൊപ്പം തന്നെ ശരീരപ്രകൃതിയെ മിഥുലമാക്കും, സമ്മർദ്ദം കുറയ്ക്കും എന്ന് മാത്രമല്ല ശരീരത്തിന് ഏറ്റവും അധികം പോഷണം നൽകുന്നതും, ധാരാളം ഉമിനീരിൽ അത് തിന്നുന്നത് മൂലം അതിലുണ്ടാകുന്ന അണുക്കളെയും പുഴുക്കളെയും ദ്രവിച്ചൊക്കെ കളയുന്ന, വൈദ്യശാസ്ത്രപരമായി ശരീരത്തിന് ഏറ്റവും ആരോഗ്യത്തിനും ഏറ്റവും അധികം പോഷണം നൽകുന്നതും, ധാരാളം ഉമിനീരിൽ അത് തിന്നുന്നത് മൂലം അതിലുണ്ടാകുന്ന അണുക്കളെയും പുഴുക്കളെയും ദ്രവിച്ചൊക്കെ കളയുന്ന, വൈദ്യശാസ്ത്രപരമായി ശരീരത്തിന് ഏറ്റവും ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം. അതുകൊണ്ട് പരമാവധി ദിവസം 1, 2, 3 എങ്കിലും ഈത്തപ്പഴം നമ്മുടെ ഭക്ഷണത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുക. ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ അതൊരു ഭക്ഷണം മാത്രമല്ല. ഒരു ദിവസം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ഈത്തപ്പഴം ഉണ്ടാവണം. ആ ഈത്തപ്പഴം എന്ന് പറയുന്ന ഭക്ഷണം മാത്രമല്ല, അത് മദീനയോടുള്ള ഹുബ്ബാണ്, പ്രണയനായകനോടുള്ള അനുരാഗമാണ്, അവിടുന്ന് കഴിച്ച ഭക്ഷണത്തോടുള്ള പ്രിയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൽബും നമ്മുടെ ആമാശയവും നിരന്തരം മദീനയുമായി ബന്ധപ്പെടാനുള്ള പാലമാണ്. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം എന്നത് നമ്മുടെ വിശ്വാസത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈത്തപ്പഴം പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ചൊരയ്ക്ക. നമ്മുടെ ഇവിടെയൊക്കെ ചൊരയ്ക്ക എന്ന് പറയും, നിങ്ങളുടെ ഭാഗത്തൊക്കെ ചൊരങ്ങ എന്ന് പറയും. ഈ ചൊരയ്ക്ക വളരെയേറെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് ചുരയ്ക്ക. അത് പരമാവധി കഴിക്കുക. ഏറ്റവും നല്ല പച്ചക്കറിയിൽപ്പെട്ട ഒന്നാണ് ചൊരയ്ക്ക എന്ന് പറയുന്നത്. ആ ചൊരയ്ക്ക പരമാവധി കഴിക്കുക. അതോടൊപ്പം തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറച്ചിക്കറിയിൽ ഹബീബായ നബി തങ്ങൾ കൂടുതലും ചൊരയ്ക്ക ചേർത്തിട്ടാണ് കഴിക്കുക. അതിലൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. ഈ ഇറച്ചിക്കറിയിൽ ചൊരങ്ങ ചേർത്ത് കഴിയുമ്പോൾ ആ ഇറച്ചിയുടെ ഭക്ഷണം, റെഡ് മീറ്റ് മൂലമുണ്ടാകുന്ന കൊഴുപ്പ്, അതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ പരമാവധി ഇതുകൊണ്ട് കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറച്ചിക്കറിയിൽ ചൊരങ്ങയിട്ടിട്ടായിരുന്നു കറി വെച്ച് കഴിക്കാറുണ്ടായിരുന്നത്. എത്രത്തോളം ഈ ഹബീബ് നമ്മളെ ജീവിതം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അമലുകൾ മാത്രമല്ല, ഇബാദത്തുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അവിടുത്തെ തിരുസുന്നച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.